ജമ്മു കശ്മീർ പെഹൽഗാമിൽ ഇന്നലെ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 28 മരണമായിരിക്കുന്നു. 28 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരിച്ചവരിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രനും ഉൾപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബം സുരക്ഷിതർ എന്നാണ് വിവരം. ശ്രീനഗറിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ദില്ലിയിൽ എത്തിച്ചതിന് പിന്നാലെ സ്വദേശത്തേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സൗദി അറേബ്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെത്തി. കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾക്ക് എല്ലാ സഹായവും എത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർക്ക അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സ്വാതിയിലേക്ക്. സ്വാതി, ഈ രാജ്യം സമാനതകളില്ലാത്ത ക്രൂരത നേരിടുന്നുവെന്നതാണ്. ഭീകരാക്രമണം മുൻപ് ഒരുപാട് തവണ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കശ്മീർ സമാധാനത്തിന്റെ പാതയിലേക്ക്, ശാന്തിയുടെ തീരത്തേക്ക് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വീണ്ടും ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്ന് മാത്രമല്ല, വിനോദസഞ്ചാരികളായ സാധാരണക്കാരായ സിവിലിയൻസ്, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ, യാതൊരു വിധത്തിലും ഇതുമായൊന്നും ബന്ധമില്ലാത്ത, ചിന്തിക്കാൻ പോലും ഇടയില്ലാത്ത സാഹചര്യത്തിൽ അവർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് പ്രധാനമന്ത്രി ദില്ലിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ന് നടക്കാനുള്ള യോഗങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കശ്മീരിലെ സ്ഥിതി? ഏറ്റവും ഖേദകരമായിട്ടുള്ള സംഭവം തന്നെയാണ് പെഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വിനോദസഞ്ചാരികളടക്കം 28ഓളം പേരാണ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കൂടി കിട്ടേണ്ടതായിട്ടുണ്ട്. മൊത്തം എത്ര പേർക്കാണ് പരിക്കേറ്റത്, അത് സംബന്ധിച്ച അന്വേഷണമൊക്കെയും അത് സംബന്ധിച്ച പരിശോധനകളൊക്കെയും ജില്ലാ ഭരണകൂടം അടക്കം സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പെഹൽഗാമിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ഭീകരർക്കായുള്ള തെരച്ചിലാണ് സംയുക്തമായി തന്നെ പോലീസും അതോടൊപ്പം സൈന്യവും ചേർന്ന് ഇപ്പോൾ നടത്തുകയാണ്. വലിയ സുരക്ഷയിൽ തന്നെയാണ് പെഹൽഗാം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച, പ്രത്യേകിച്ചും വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. പുൽമേടാണ്. ഏറ്റവും വിദൂരമായി തന്നെ കിടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള വലിയ വിലയിരുത്തലുകൾ അതോടൊപ്പം വിമർശനങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഈ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അവരുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ശ്രീനഗറിലെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ശ്രീനഗറിൽ തന്നെ നടത്തും എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ സന്ദർശനമൊക്കെ വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ദില്ലിയിൽ അല്പസമയം മുൻപ് എത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ ജമ്മു കാശ്മീരിലെത്തിയിരുന്നു. ഇന്ന് അവിടെ രാവിലെ ഉന്നതതല യോഗമടക്കം ചേരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ആ ഉന്നതതല യോഗത്തിന് ശേഷം മറ്റ് വിവരങ്ങൾ, അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിദേശികൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ ഏത് തരത്തിലായിരിക്കും നാട്ടിലെത്തിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെയും ഇനിയും സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ഇന്നലെ 2:30 ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഭീകരർ ഓരോരുത്തരെയും തേടിക്കൊണ്ട്, അതായത് വളരെ ദൂരത്തു നിന്നും വെടിയുതിർക്കുമ്പോൾ പോലും പലർക്കും വെടിയേറ്റ് വീഴുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അതൊക്കെയും ഞെട്ടിക്കുന്നതാണ്. ഇതിനോടകം തന്നെ ലോക രാജ്യങ്ങൾ ഇന്ത്യക്ക് വലിയ പിന്തുണയും അറിയിച്ച് രംഗത്ത് വരുന്നുണ്ട്. ലോക നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെയും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ട്രംപ്, അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അടക്കമുള്ളവർ ഇപ്പോൾ എക്സിൽ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട്, ഏറ്റവും അപലപിച്ചുകൊണ്ട് ഇത് അത്തരത്തിൽ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ ഭീകരാക്രമണത്തെ അപലപിക്കുക തന്നെയാണ്. ഈ അക്രമികളെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആഗ്രഹം പലരും പങ്കുവയ്ക്കുന്നുണ്ട് അവരുടെ എക്സ് പോസ്റ്റിലൂടെയൊക്കെയും. എന്തായാലും വളരെ ഖേദകരമായുള്ള സംഭവം തന്നെയാണ്. ഇതിനോടനുബന്ധിച്ച് ദില്ലിയിലടക്കം കനത്ത സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷണങ്ങളും പരിശോധനകളും ശക്തമാക്കുകയാണ്. അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകളടക്കം നിരീക്ഷണം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അന്ന, സ്വാതി, ശ്രീനഗറിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചോ? അവിടെ തന്നെ ആയിരിക്കുമല്ലോ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. അതിനുശേഷം നാടുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയാണ്? ശ്രീനഗറിൽ എത്തുമോ? പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട് എന്നാണ് പ്രാഥമികമായുള്ള വിവരം. അത് എപ്പോഴാണ്? മറ്റെന്തൊക്കെ യോഗങ്ങൾ ഇന്ന് ദില്ലിയും കശ്മീരും ശ്രീനഗറും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്?
അന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ശ്രീനഗറിലേക്ക് തിരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീനഗറിൽ എത്തിയ ശേഷം അവിടെ ഉന്നതതല യോഗം നടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, ഉന്നത ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെയോടെ ജമ്മുകാശ്മീരിൽ എത്തിയിരുന്നു, പെഹൽഗാമിൽ എത്തിയതായി മനസ്സിലാക്കുന്നു. ഇപ്പോൾ അമിത്ഷാ ശ്രീനഗറിലുണ്ട്. ശ്രീനഗറിൽ വെച്ച് തന്നെ ഈ യോഗം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഏത് തരത്തിലായിരിക്കണം ഈ നടപടികൾ മുന്നോട്ട് പോകേണ്ടത്, മാത്രമല്ല അവിടുത്തെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തും എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. ഈ മരിച്ചവരുടെ ഇനിയും ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 28 പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും പരിക്കേറ്റവരുടെയും ഇനിയും ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള തിരിച്ചറിയലടക്കം ആരൊക്കെയാണ് എന്നും മരിച്ചതെന്നടക്കമുള്ള തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം ഇപ്പോൾ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആരൊക്കെയാണ്, എവിടെയൊക്കെ ഉള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. അതേസമയം 26 വയസ്സുള്ള ഒരു നേവി ഉദ്യോഗസ്ഥനടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് വലിയ ദാരുണമായ സംഭവം ഉണ്ടാവുന്നു. ഒരു മലയാളി കൂടി ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ആ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായിരുന്നത്, പെഹൽഗാമിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അവരുടെ ആരൊക്കെയാണ്, എവിടുന്നൊക്കെ ആണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത, അതോടൊപ്പം തന്നെ മരിച്ചവർ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇതുവരെ ഉള്ള കണക്കുകൾ അനുസരിച്ച് ഈ മരിച്ച 28 പേരിൽ ഒരു സ്ത്രീയാണ് ഉൾപ്പെടുന്നത്, 27 പുരുഷന്മാരാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, മറ്റ് ഈ ആശുപത്രിയിലടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനിയും പുരോഗമിക്കുക തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റവരുടെ നില സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. 6 പേരോളം പേർ ഇപ്പോൾ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയിലാണ് കഴിയുന്നത് എന്നുള്ളതും കൂടി ചില വിവരങ്ങൾ ചില വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ ഈ മരിച്ചവരുടെ മൃതശരീരങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതുവരെയും ശ്രീനഗറിലേക്ക് മൃതദേഹങ്ങൾ എത്തിയിട്ടില്ല. അത് ആശുപത്രിയിൽ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ആ മൃതദേഹങ്ങൾ ശ്രീനഗറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ. അവിടെ തന്നെ ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയായിരിക്കും അമിത്ഷയും അതോടൊപ്പം മറ്റ് നേതാക്കളും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശ്രീനഗറിലേക്ക് എത്തി തന്നെയായിരിക്കും ഇവർക്ക് ആദരാഞ്ജലി അറിയിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച വിദേശകാര്യ മന്ത്രാലയവും വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് അമിത്ഷാ നേരത്തെ തന്നെ ഈ കുടുംബങ്ങൾക്കടക്കം ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാവിലെ തന്നെ ഈ ഉന്നതതല യോഗം ഉൾപ്പെടെ രാവിലെ തന്നെ ഒരു 10 മണിക്ക് ശേഷം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന.